ഓണസ്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ബെറ്റിംഗ് ആപ്സ് എല്ലാം പ്രശ്നം തന്നെയാണ് കേട്ടോ. പിന്നെ എനിക്ക് അവരുടെ മെയിൽ അടക്കം വെച്ചിട്ട് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അതിനകത്ത് അവരയക്കുന്ന മെയിൽ, അവരയച്ചു തരുന്ന നമുക്ക് വീഡിയോസ്, കാര്യങ്ങൾ ഇതെല്ലാം എൻ്റെ കയ്യിലുണ്ട്. തൊപ്പി, പിന്നെ ഹവാല, കള്ളപ്പണം, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ വന്നുകൊണ്ടാണ്. ഇതിൽ അമലിൻ്റെ ഭാഗത്താണോ ശരി, അഭിജിത്തിൻ്റെ ഭാഗത്താണോ ശരി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ രണ്ടുപേരുടെ ഭാഗത്തും ശരികളുണ്ട്, തെറ്റുകളും ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള ഒരു കാര്യം. പിന്നെ ഓണസ്റ്റ് ആയിട്ടൊരു കാര്യം പറയാം, ഓൺലൈൻ ബെറ്റിംഗ് ആപ്പാണോ അത് പറ്റിപ്പ് തന്നെയാണ്, അതിലൊരു ഡൗട്ടും വേണ്ട. അമലും അഭിജിത്തും തമ്മിലുള്ള ഒരു മിസ്ലീഡിങ് കണ്ടന്റ് വെച്ചിട്ട്, ഐ മീൻ ലൈക്ക് ആ ഒരു ടോപ്പിക്കിൻ്റെ പേരിലുള്ള രണ്ട് വീഡിയോ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം തോന്നി. സോ വെൽക്കം ബാക്ക് ടു ആൻഡപ്പൻ ടോക്കീസ്. ദിസ് ഇസ് RJ ആൻഡപ്പൻ. ആൻഡ് ഇതുപോലുള്ള പോഡ്കാസ്റ്റിംഗ് എപ്പിസോഡ്സും കണ്ടന്റ്സും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മുടെ കൂടെ കൂടുന്ന കാര്യം ഒന്ന് ആലോചിക്കുക ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് വെൽക്കം ടു ആൻഡപ്പൻ ടോക്കീസ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ആൻഡപ്പൻ ടോക്കീസ്. ദിസ് ഇസ് RJ ആൻഡപ്പൻ ആൻഡ് ദിസ് ഇസ് ആക്ച്വലി ഒരു വേറെ ടോപ്പിക്കാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് ആക്ച്വലി മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ ഓൺലൈൻ ബെറ്റിംഗ് ആപ്പുകളെ പറ്റിയിട്ടും അതിൻ്റെ സംഭവത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തതാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ ഏറ്റവും കൂടുതൽ ഇത് കൊണ്ടുപോകുന്നത് അഭിജിത്ത് എന്ന് പറയുന്ന ഒരു കണ്ടൻറ് ക്രിയേറ്ററാണ്. സോ ഇപ്പോൾ പുള്ളിക്കാരൻ കൃത്യമായിട്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു അതിൽ ഓൾറെഡി ഞാനിട്ടപ്പോൾ എൻ്റെ ഇതിനകത്ത് വലിയ റീച്ചും കാര്യങ്ങളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതിനകത്ത് വീണ്ടും സംസാരിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വലിയ ലോബിയാണ്. അതിനെ ബ്രേക്ക് ചെയ്യാൻ അഭിജിത്ത് ചെയ്യുന്ന മൂവ്മെൻറ്റ് അതങ്ങനെ പോകുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഒരു ഇതിനെ ബ്രേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാൾ പോലും അതിൻ്റെ കൃത്യം ഡീറ്റെയിൽസ് വെച്ച് ചെയ്തിട്ടുണ്ടാവില്ല. എനിക്ക് അവരുടെ മെയിൽ അടക്കം വെച്ചിട്ട് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അതിനകത്ത് അവരയക്കുന്ന മെയിൽ, അവരയച്ചു തരുന്ന നമുക്ക് വീഡിയോസ്, കാര്യങ്ങൾ ഇതെല്ലാം എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് എത്ര പേർക്ക് മനസ്സിലായില്ല എന്നറിയില്ല. പക്ഷെ എന്നാലും അതിൻ്റെ ഇടയിൽ പിന്നെയും കുറേ കമൻറ്റുകൾ എനിക്ക് താഴെ വരുന്നത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചതിൻ്റെ ഒരു കാരണം. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് അഭിജിത്തും അതുപോലെ തന്നെ ഒരു കോണ്ടന്റ് ക്രിയേറ്ററും തമ്മിൽ യൂട്യൂബർ എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ, നോട്ട് ദ കോണ്ടന്റ് ക്രിയേറ്റർ, പക്ഷേ യൂട്യൂബും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. സോ അപ്പോൾ അതിനകത്ത് മിസ്ലീഡിങ് ക്രിയേറ്റർ എന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാമല്ലോ, ഇതിൽ കൺഫ്യൂഷൻ്റെ ആവശ്യമൊന്നുമില്ല. ഓണസ്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ബെറ്റിംഗ് ആപ്സ് എല്ലാം പ്രശ്നം തന്നെയാണ് കേട്ടോ. പിന്നെ ഇതിനകത്ത് എനിക്ക് തോന്നുന്നു അവർ തമ്മിലുണ്ടായിരുന്ന മിസ്ലീഡിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു കോണ്ടന്റിലേക്ക് എത്താനുള്ള ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത് തൊപ്പി, പിന്നെ ഹവാല, കള്ളപ്പണം, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ വന്നുകൊണ്ടാണ്. പിന്നെ പുള്ളി അതിനകത്ത് യൂട്യൂബേഴ്സും കുറച്ച് സ്ട്രീമേഴ്സും എന്ന് പറഞ്ഞതിനെക്കുറിച്ച് അത് ഭയങ്കര എന്താ പറയുക ജനറലൈസ് ചെയ്ത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട്, അത് ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് അത് അഭിജിത്തിൻ്റെ പ്യുവർ സ്റ്റൈൽ ഓഫ് വീഡിയോ അല്ല. രണ്ട്, എനിക്ക് തോന്നി അഭിജിത്ത് ഒരു ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യനാണ് പുള്ളി പറഞ്ഞു വരുമ്പോൾ നമ്മളെല്ലാവരും ചില കാര്യങ്ങൾ നമ്മളാരും ഈ സംസാരിക്കാനായിട്ട് പഠിച്ചു വന്നവരല്ല. ഇപ്പം ഞാനൊക്കെ മീഡിയയിൽ വന്നതാണ്. അപ്പോൾ എനിക്കൊക്കെ ഒരു മിസ്റ്റേക്ക് വരുമ്പോൾ ഓക്കെ, സ്വാഭാവികമായിട്ട് ഞാൻ തിരുത്താൻ അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരാളാണ്. പക്ഷേ ഇത് പിന്നീട് ജീവിതമാർഗ്ഗമാക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് കൊണ്ടുകൊണ്ട് ഇതിലേക്ക് മാറുന്നവരെന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത് സംസാരിക്കാനുള്ളതിലൊക്കെ നമുക്കൊക്കെ ഒരു ചെറിയ തെറ്റ് വരാം. അത് വരുന്നതിൽ അത്ര വലിയ കുറ്റമൊന്നുമില്ല. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലരല്ലാത്തവരോ ഒക്കെ ആണെന്നുണ്ടെങ്കിലും നമ്മുടെ ഇന്ത്യയിൽ എന്തായാലും ഇത് ലീഗലേ അല്ല. ഓക്കെ, ഈ ഓൺലൈൻ ബെറ്റിംഗ് ആപ്പുകളുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലീഗലല്ല. ഇനി അതിനകത്ത് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഈ കമ്പനികളെല്ലാം ഈ കാണുന്ന ഇൻഫ്ലുവൻസേഴ്സ് ആരും ഇത് കളിച്ചുണ്ടാക്കുന്നുണ്ടാവില്ല. ഇതിൽ ഞാൻ പറഞ്ഞില്ല, എൻ്റെ കഴിഞ്ഞ വീഡിയോ നിങ്ങളൊന്ന് കയറി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ തന്നെ അതിൻ്റെ പരസ്യം ചെയ്യുന്ന സംഭവമുണ്ട്. കാരണം എനിക്ക് അതിൻ്റെ സ്ക്രിപ്റ്റും കാര്യങ്ങളും എല്ലാം അയച്ചു തന്ന് അതിനൊരു ഡെമോ വീഡിയോ സാധനമുണ്ട്, നമ്മൾ കളിക്കുന്ന പോലെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവം. അതടക്കം നമുക്ക് അയച്ചു തരും. അത് അയച്ചു തന്ന് പിന്നെ ഇന്നതുപോലെ നമ്മളിങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയാണ് കൃത്യം ഡയലോഗ് പറയേണ്ടത്, ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ചെയ്യണം, അതിൽ കുറച്ചൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാറ്റാം, എന്നിട്ട് നമ്മൾ അയച്ചു കൊടുക്കും, എന്നിട്ട് അപ്രൂവൽ എടുക്കണം, അങ്ങനെയൊക്കെയാണ് സംഭവം. പക്ഷേ ഒരു കാര്യം, ഞാൻ അത് വീഡിയോ ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. എൻ്റെ വീഡിയോ എൻ്റെ അറിവോടുകൂടി എൻ്റെ പെർമിഷനോടുകൂടി എവിടെയും ഷെയർ ചെയ്യുകയോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇത് ആക്ച്വലി ഞങ്ങൾ ചെയ്ത് വേറൊരു പർപ്പസിന് വേണ്ടിയിട്ടാണ്. സോ ഇതറിയാനൊന്നും വേണ്ടി എന്നൊക്കെ വേണമെങ്കിൽ വെച്ചോളൂ. പക്ഷെ അങ്ങനെ ഒരു സംഭവത്തിന് വേണ്ടിയിട്ടാണ് അത് ചെയ്തിരുന്നത്. ഞാൻ ഇതുവരെ ബെറ്റിംഗ് ആപ്പുകൾ പ്രൊമോട്ട് ചെയ്തിട്ടൊന്നുമില്ല. എൻ്റെ അറിവിൽ ആ വീഡിയോ എവിടെയും പോയിട്ടില്ല, എൻ്റെ പെർമിഷനോടുകൂടി പോയിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഞാനത് അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് ബാക്കി ഡീറ്റെയിൽസും കൂടെ കിട്ടണമല്ലോ.
അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ബെറ്റിംഗ് ആപ്സിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കള്ളപ്പണം ബാക്കി സംഭവത്തെക്കുറിച്ചുള്ള കാര്യത്തിൽ എനിക്ക് വലിയ ധാരണയില്ല. ഇപ്പോൾ ഈഗിളിന് 10 കോടിയുടെ കേസും കാര്യങ്ങളും എല്ലാം പറയുന്നുണ്ടെങ്കിലും ഇതെല്ലാം അവർ കൃത്യമായിട്ട് അക്കൗണ്ട്സിലൂടെ കൃത്യമായിട്ടുള്ള രീതിയിൽ കൊടുക്കും എന്നുള്ളതാണ് എനിക്കറിയാൻ പറ്റിയിട്ടുള്ള കാര്യം. അഭിജിത്തിന് എത്രമാത്രം അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയുമെന്ന് എനിക്കറിയില്ല. ഇത് ഞാൻ പറയാനുള്ളൊരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നമുക്ക് അയച്ചു തരുമ്പോഴാണെന്നുണ്ടെങ്കിലും ഇവരുടെ മെയിലൊക്കെ ഭയങ്കര പക്ക ഒരു PR ടീം എങ്ങനെ വർക്ക് ചെയ്യുമോ, PR ടീമിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെയാണ് ഈ സംഭവം. അവർ കൃത്യമായിട്ട് ആ സാധനങ്ങളെല്ലാം ഫോളോ അപ്പ് ചെയ്ത് സംഭവങ്ങളെല്ലാം ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ കണ്ടൻറ് ക്രിയേറ്റേഴ്സൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഏതെങ്കിലും ഒരൊറ്റ കാര്യം ആലോചിച്ചാൽ മതി, ഇത് ഫേക്ക് ആണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഏതെങ്കിലും ഒരു കണ്ടൻറ് ക്രിയേറ്റർ ലൈവിൽ വന്നിരുന്ന് അവരുടെ ഫോൺ ഇതാണെന്ന് പറഞ്ഞ് കാണിച്ചുകൊണ്ട് ഇത് കളിക്കുന്നത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? എൻ്റെ അറിവിലില്ല. ഇനി അങ്ങനെ ഉണ്ടോ ഇല്ല, എൻ്റെ അറിവിലില്ല. അങ്ങനെ സംഭവിക്കില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആ റിസ്കിന് ഒരിക്കലും മുതിരില്ല. കാരണം കാശ് കളയാൻ അവർ ഒരിക്കലും റെഡി ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതിലൊരു കമൻറ്റാണ് എന്നെ വീണ്ടും ഈ വീഡിയോ ചെയ്യാനായിട്ട് ഇതാക്കിയത്. ഒരു ദിവസം മുമ്പ് വന്നിട്ടുള്ള ഒരു കമൻറ്റാണ് കേട്ടോ. ഇതിൽ അവൻ പറയുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ വെക്കാം. 20,000 മുതൽ 50,000 വരെ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവൻ എന്തുമാത്രം ഉണ്ടാക്കുന്നുണ്ട് ഈ പയ്യൻ. ഇത് ഏതോ ഇവരുടെയൊക്കെ ടീമുകൾ തമ്മിലുള്ള, കാരണം അത് ഒന്നാമതൊരു പ്രൊഫൈൽ ചെക്ക് ചെയ്തപ്പോഴും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എന്നാലും 20,000 മുതൽ 50,000 വരെ അവൻ അറ്റ്ലീസ്റ്റ് ഒരു മന്തിൽ ഉണ്ടാക്കുകയാണെന്ന് വിചാരിക്കും. അവൻ എത്ര ഒരു വർഷം ഉണ്ടാക്കുന്നുണ്ട്? ഇത് ഞാൻ വിശ്വസിക്കണം. ഒന്നാമത് ഈ ക്ലയൻറ്റ് എനിക്ക് കൃത്യമായിട്ട് ഇതിൻ്റെ ടീം എനിക്ക് ഇതിൻ്റെ മെയിലും കാര്യങ്ങളും സംഭവങ്ങളും എല്ലാം അയച്ചു തന്ന് ഞാനത് എനിക്കറിയാവുന്നതാണ്. എന്നോട് ഇവൻ എനിക്ക് അയച്ചിട്ട് പറയണം അവൻ 20,000 50,000 ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളത്. പിന്നെ ഇതിൻ്റെ ഒരു കാര്യമുണ്ട്. ഇതിൽ ഞാൻ അറിഞ്ഞത് വെച്ചും ഞാൻ മനസ്സിലാക്കിയത് വെച്ചിട്ടുള്ളൊരു കാര്യം പറയാം. ചില സമയത്ത് ഏൺ ചെയ്യാൻ പറ്റും. പക്ഷേ എത്രയൊക്കെ ഏൺ ചെയ്താലും ഇതിനകത്ത് കളിച്ച് ഇതിൻ്റെ ഒരു നമ്മൾ പറയുമല്ലോ, ഇപ്പോൾ ഏതൊരു സാധനത്തിനാണെന്നുണ്ടെങ്കിൽ ഒരു ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്ന സംഭവം അത് അവരുടെ കയ്യിൽ നിന്ന് കാശ് പോകുന്നത് മാത്രമേ ഉള്ളൂ. ഇന്ന് വരേക്കും ഈ കണ്ടൻറ് ക്രിയേറ്റേഴ്സ് അല്ലാതെ ഏതെങ്കിലും ഒരാൾ പെട്ടെന്നൊരു ദിവസം വന്ന് പറയണത് കണ്ടിട്ടുണ്ടോ? ഞാനിതാ പണ്ട് മുതലേ ഈ ഗെയിം കളിച്ചത് ഇത്രയും ലക്ഷം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് വന്നിട്ട് കണ്ടിട്ടുണ്ടാവും. നമ്മുടെ മുമ്പിലേക്ക് സൊസൈറ്റിയിലേക്ക് വരുന്നവർ മുഴുവനും ഞാൻ കുറച്ച് നാളായി കളിച്ച് അവസാനം എന്താ എൻ്റെ കയ്യിൽ നിന്ന് ഇത്രയും കാശ് പോയി എന്ന് പറയുന്ന കഥകൾ പറയുന്ന ആൾക്കാർ മാത്രമേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. സോ ഇതിലേക്ക് എനിക്ക് ഇനിയും വീണ്ടും ഈ വിഷയത്തിൽ സംസാരിക്കണം എന്നൊന്നുമില്ല. പക്ഷേ മിസ്ലീഡിംഗ് എന്നൊക്കെ പറഞ്ഞ ആ ഒരു സംഭവത്തെ പിന്നെയും കണ്ടു കഴിഞ്ഞപ്പോൾ ഐ തോട്ട് ഓഫ് ഡൂയിങ് ദിസ് വീഡിയോ. അപ്പോൾ എന്തായാലും ഇതിൽ അമൽ മച്ചാൻ പറയുന്നത് പോലെ തന്നെ നമ്മൾ മറ്റൊരാളുടെ വീഡിയോ എടുത്ത് ചെയ്യുന്ന റിയാക്ഷൻ അല്ലെങ്കിൽ റോസ്റ്റിംഗ് അതൊന്നും ഒരിക്കലും യൂട്യൂബ് ബാൻ ചെയ്തിട്ടുള്ളതോ യൂട്യൂബിൽ ചെയ്യാൻ പാടില്ലാത്തതോ ആയിട്ടുള്ള സംഭവമൊന്നുമല്ല. പിന്നെ പുള്ളി പറഞ്ഞ പോലെ തന്നെ അത് മാത്രം ചെയ്യുന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്ട് ചെയ്യുന്നതായിരിക്കും അവരുടെ ജോണർ, അതായിരിക്കും അവർക്ക് പറ്റുന്ന പരിപാടി. ചില സമയത്ത് എനിക്ക് തോന്നാറുണ്ട് ഈ റിയാക്ഷൻ മാത്രം ചെയ്യുന്നവർ ഇത് എന്തോന്നടാ ഈ ഒരു നമ്മുടെ നാട്ടിലൊക്കെ ഈ പൈപ്പിൻ ചോട്ടിൽ അമ്മച്ചിമാർ പോയിരുന്നിട്ടുള്ള ഒരു സെറ്റപ്പ് തന്നെ ആണല്ലോ എന്നൊക്കെ ചില സമയത്ത് തോന്നാറുണ്ട്. കാരണം ഞാൻ റിയാക്ട് ചെയ്യാറുള്ള ഒരാളാണ്. പക്ഷേ എന്നിട്ടും ഈ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചപ്പോൾ പറഞ്ഞു, എടാ നിൻ്റെ ഈ റിയാക്ഷൻ വീഡിയോസിനാണെങ്കിൽ കുറച്ചും കൂടെ വ്യൂസ് കിട്ടുമല്ലോ, അത് ചെയ്താൽ പോരായിരുന്നോ, എന്തിനാ ഈ സ്പോർട്സും ബാക്കി സംഭവങ്ങളും അങ്ങനെയുള്ള സംഭവങ്ങളിലേക്കൊക്കെ മാറി ഇങ്ങനെ ചെയ്യണേ എന്നൊക്കെ ഉള്ള രീതിയിൽ എന്നോട് ചോദിച്ചാണ്. പക്ഷേ നമുക്ക് ഈ കുറ്റം പറച്ചിൽ പറയുക അത് ഒരു എവിടെയൊക്കെയോ ഒരു ഇതാണ്. സോ അതിഷ്ടമുള്ളവരുണ്ടാവാം, അതിഷ്ടമുള്ളവരുള്ളത് കൊണ്ടാണ് അതിന് വ്യൂസും കാര്യങ്ങളും കിട്ടുന്നത്, അവർ റെഗുലറായിട്ടായി ചെയ്യുന്നത്. അപ്പോൾ അതിലൊന്നും ഞാനൊരു കുറ്റം കാണുന്നില്ല. ഞാനും കാണാറുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന ആരുടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പല കണ്ടന്റിൽ പല ക്രിയേറ്റേഴ്സിൻ്റെ കാര്യങ്ങളും കാണാറുണ്ട്. കാരണം നമുക്കിതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു സംഭവമാണ്. പിന്നെ മിസ്ലീഡിങ് ആണെന്ന് പറഞ്ഞതിൽ എനിക്ക് പറയാൻ ഒരു അഡീഷണൽ പോയിന്റും കൂടെ ഉണ്ട് കേട്ടോ അമൽ. ദ തിങ് ഇസ് ദാറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിജിത്ത് എന്ന് പറയുന്നത് ഗൂഗിളല്ല. നമ്മുടെ മുമ്പിലേക്ക് അഭിജിത്ത് ഒരു ഇൻഫർമേഷനോ അല്ലെങ്കിൽ അവൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവോ കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ബാക്കി നോക്കി മനസ്സിലാക്കി അതിൻ്റെ ശരിതെറ്റുകളെ സെപ്പറേറ്റ് ചെയ്യേണ്ടത് നീയും കൂടെയാണ് എന്നുള്ളത് മനസ്സിലാക്കണം. കാരണം അഭിജിത്ത് എന്ന് പറയുന്നത് ഗൂഗിളല്ല, എന്ത് ചോദ്യത്തിനും ഉത്തരം തരാനിരിക്കുന്ന ആളല്ല അഭിജിത്ത് എന്ന് മാത്രമല്ല ഏതൊരു കണ്ടന്റ് ക്രിയേറ്റർ ആണെന്നുണ്ടെങ്കിലും. സോ അത് മേ ബി അവരുടെ ഒരു പേഴ്സ്പെക്റ്റീവ് മാത്രമായിരിക്കും പറയുന്നുണ്ടാവുക. ബാക്കി കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കേണ്ടത് ഇന്നത്തെ വേൾഡിൽ നമുക്ക് എത്ര ഇൻഫോർമേഷൻ വേണമെന്നുണ്ടെങ്കിലും കിട്ടും. ഒരു സംഭവത്തെക്കുറിച്ച് ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 100-200 പേജാണ് സെർച്ച് സാധനങ്ങൾ വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കുക എന്ന് പറയുന്നത് ഒരാളുടെ കോമൺ സെൻസും അവൻ്റെ സൈഡിൽ നിന്ന് വരേണ്ട ഒരു കാര്യമാണെന്നും കൂടെ ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഓൺലൈൻ ബെറ്റിംഗ് ആപ്പിൽ നിന്ന്
കണ്ടന്റ് ക്രിയേറ്റേഴ്സ് അല്ലാതെ രക്ഷപ്പെട്ടവരുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യൂ. നിങ്ങൾക്ക് വന്നിട്ടുള്ള കൃത്യമായിട്ടുള്ള, അതായത് ഈ ഓൺലൈൻ ബെറ്റിംഗ് ആപ്പിൽ നിന്നാണ് വന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഐ എം റിയലി സോറി. ഞാനതിന് മാപ്പ് പറഞ്ഞൊരു വീഡിയോ ചെയ്യാൻ തയ്യാറാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ അതേ കാര്യം വീണ്ടും പറയണം, ലാഗടിപ്പിക്കുകയല്ല. ഈ ഓൺലൈൻ ബെറ്റിംഗ് ആപ്പിൽ നിന്നും കൃത്യമായിട്ടുള്ള മെസ്സേജുകളും മെയിലും കാര്യങ്ങളും ഞാൻ കണ്ടതാണ്, എനിക്കറിയാവുന്നതാണ്. അതുകൊണ്ട് ഇതിൻ്റെ വർക്കും കാര്യങ്ങളും എങ്ങനെയാണെന്ന് വേറെ ആരോട് നിങ്ങൾ തള്ളിയാലും ശരി എന്നോട് പറയരുത്, എനിക്കറിയാം. ഓക്കെ, അപ്പോൾ ചിൽ കുപ്പിച്ചിൽ. ഒരു കാര്യം കൂടെ, കാശ് നിങ്ങളുടെ റിസ്കിൽ നിങ്ങൾ കൊണ്ടേ കളയാണ്. അത് വേറെ ആരെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടേ കളയേണ്ട ഒരു ആവശ്യമില്ല. കളയണത് നിങ്ങളുടെ സ്വന്തം റിസ്ക്കിലാണ്. അത് മറ്റൊരു കണ്ടന്റ് ക്രിയേറ്ററിനെ കൊണ്ടുപോയിട്ടോ അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസറിൻ്റെ തലയിലോ ചാർത്തേണ്ട ഒരു ആവശ്യമില്ല. അവൻ പൈസ മേടിച്ച് അത് ചെയ്യുന്നു. അത് അവന് പൈസ മേടിച്ചിട്ടാണെന്ന് മനസ്സിലാക്കാനുള്ള സെൻസ് പോലും നിങ്ങൾക്കില്ലെന്നുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഇഷ്ടമാണ്. അതുകൊണ്ട് ഇത്രയൊക്കെ തന്നെ എനിക്ക് പറയാനായിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ പോഡ്കാസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് കൂടുന്ന കാര്യവും കൂടെ ഓർക്കുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ആൻറ്റപ്പൻ സൈനിങ് ഓഫ്.